പ്രിയമുള്ളവരെ, ഒരു പ്രത്യേക പ്രോഗ്രാമുമായാണ് ഇപ്പോൾ റേഡിയോ നെയ്തലിൻ്റെ ഈ സ്റ്റുഡിയോയിൽ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മാസം 15-ാം തീയതി വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ദിനമായി UNO പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും വയോജന പീഡന വിരുദ്ധ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ വയോജനങ്ങളുടെ സംരക്ഷണമാണ് അതിലൂടെ UNOയും സർക്കാരും പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മേഖലയിൽ റേഡിയോ നെയ്തൽ ഇതിനു മുൻപും വാത്സല്യം എന്ന പേരിൽ കുറേയേറെ പരിപാടികൾ വയോജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. രാജേന്ദ്രൻ സാർ തന്നെയാണ് നേരത്തെയും ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അതിനൊരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇവിടെ വരികയും അവർക്ക് പലതരത്തിലുള്ള സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാകട്ടെ ഈ പ്രത്യേക ദിനം UNO ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ദിനം മുതൽ എല്ലാ വരുന്ന ആഴ്ചകളിലെല്ലാം തുടർച്ചയായിട്ട് രാജേന്ദ്രൻ സാറിൻ്റെ ക്ലാസ് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ നടത്താൻ ആരംഭിച്ചിരിക്കുന്ന ഈ ക്ലാസ് ഉൾക്കൊള്ളുന്ന ഈ പ്രോഗ്രാം ഔപചാരികമായി ഈ ദിനത്തിൻ്റെ പ്രത്യേകതകൾ കണക്കാക്കി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പോലീസ് മേധാവി ബഹുമാന്യനായ MP മോഹനചന്ദ്രൻ IPS ആണ് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സാറ് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ്. ഇന്നലെയും ഇവിടെ വരാനായിട്ട് പരിശ്രമം നടത്തി, സാധിച്ചില്ല. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്ന ആലപ്പുഴ ജില്ലാ മേധാവിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ക്ലാസ്സുകൾ നയിക്കുന്ന രാജേന്ദ്രൻ സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ടതില്ല എങ്കിൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം 3 മുതൽ 4 വരെയാണ് നടന്നത്. അന്ന് ലൈവായി പ്രോഗ്രാമിൽ വന്ന പരാതികളും പരാധീനതകളും ഇവിടെ വന്ന് എഴുതിത്തന്ന പരാതികളും നമ്മൾ ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് അധികാരികൾക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കോവിഡ് കാലഘട്ടത്തിൽ അത് നിന്നുപോയി. ഇപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കുകയാണ്. അതിനായിട്ടാണ് ഇന്ന് ജൂൺ 15-ന് ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണ ദിനത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ബഹുമാന്യനായ MP മോഹനചന്ദ്രൻ സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വളരെ വിനയത്തോടുകൂടി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വയോജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചാണ് ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വയോജനങ്ങളുടെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഈ നിയമവശമായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സീനിയർ സിറ്റിസൺ പ്രൊട്ടക്ഷൻ ആക്റ്റും അതുപ്രകാരമായിട്ടുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള പലതരത്തിലുള്ള നിയമ ഭേദഗതികളും മറ്റെല്ലാം വരുത്തി തന്നെ ഇതിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ 1951-ലാണ് 1951-ലാണ് ആദ്യമായിട്ട് കാനീഷുമാരി നടക്കുന്ന സെൻസസ്. അന്നുള്ള ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 54 വയസ്സായിരുന്നു. 54 വയസ്സ് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് 57, 58 അങ്ങനെയായിരുന്നു. അതിനുശേഷം സെൻസസ് 61, 71, 81 എല്ലാം നടന്നു. അൺഫോർച്ചുനേറ്റ്ലി 2021 നമ്മുടെ കോവിഡ് കാരണം ആ വർഷം നടന്നില്ല. 23-ലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോഴും എത്തി നിൽക്കുന്നത് 72 വയസ്സ് പുരുഷന്മാരുടെ ലൈഫ് സ്പാനാണ്. ലൈഫ് സ്പാൻ ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. അത് സ്ത്രീകളത് 77-മാണ് ഇപ്പോഴും. ഒരു കാലഘട്ടത്തിലും സ്ത്രീകളുടെ ലൈഫ് സ്പാൻ പുരുഷന്മാരുടെ ലൈഫ് സ്പാനെക്കാട്ടിലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മളൊരു ലാസ്റ്റ് വന്നിരിക്കുന്ന കാനീഷുമാരി പ്രകാരം നല്ലൊരു 42% ആളുകളും 50-55 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോൾ അങ്ങനത്തെ അവരെ നമ്മൾ വയോജനങ്ങളെന്ന് പറയുന്നില്ല. കാരണം വയോജനം എന്ന് പറയുന്നത് ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കണക്ക് പ്രകാരം ഒരു 70 വയസ്സെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ വയോജനം എന്ന് പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മുടെ സമൂഹത്തിൽ അവർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റി, അവർക്കുള്ള ബാക്കി ജീവിക്കാനുള്ള അവരുടെ ഈ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്,
അവർക്ക് സുരക്ഷിതരമായി ഇരിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്തു നിന്ന് മറ്റുമൊക്കെ ആയിട്ട് പല ജില്ലകളിൽ വർക്ക് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഇവിടെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ജനമൈത്രി പോലീസിൽ ഈ ജില്ലയ്ക്ക് വേണ്ടി വളരെയധികം ജോലി ചെയ്തിട്ടുള്ള ജനമൈത്രി പോലീസ് തുടങ്ങിയ മുതൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ഓഫീസറാണ് രാജേന്ദ്രൻ ഗോവിന്ദ്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മുതൽക്ക് തന്നെ ഇങ്ങനത്തെ ഓരോ വീടുകളിലും പോയി ആ വീടുകളിൽ ഒറ്റയ്ക്കാണോ എന്ന് മനസ്സിലാക്കി ആ വീടുകൾ മുഴുവൻ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് നൈറ്റ് പെട്രോളിംഗ് ആയാലും പോലീസിൻ്റെ മറ്റ് മൂവ്മെൻ്റ് ആയാലും ബീറ്റ് പെട്രോളിംഗ് ആയാലും അതിലെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ട് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സീനിയർ സിറ്റിസണിന് പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ട്. കഴിയുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാതെ തന്നെ അവരെ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ടോ ഫോണിൽ ബന്ധപ്പെട്ടിട്ടോ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വാട്സപ്പ് സൗകര്യം കൊണ്ട് വീഡിയോ റെക്കോർഡിങ്ങിലൂടെയോ വീഡിയോ ടോക്കിലൂടെയൊക്കെ ഇവരുടെ ക്ഷേമങ്ങളും മറ്റും നമ്മൾ അന്വേഷിക്കാറുണ്ട്. ഈ ഒരു ദിനത്തിൻ്റെ ഒരു പ്രോഗ്രാം ഇതിൻ്റെ ഒരു ശ്രോതാക്കളോട് ഒരു കാര്യം കൂടിയും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഈ തരത്തിൽ ഏതെങ്കിലും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ രേഖകളിലോ മറ്റോ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സൗകര്യം ഏറ്റുവാങ്ങണം. കൺസേൺഡ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് 112 ആണ് നമ്പർ. ഐ റിപ്പീറ്റ് 112. 112 വിളിക്കാം, വിളിച്ചിട്ട് പറയാം ഇങ്ങനെ തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത് എന്ന്. ദയവ് ചെയ്ത് ഇവിടേക്ക് ഒരു ശ്രദ്ധ വേണമെന്നൊരു വാക്ക് മാത്രം, അവിടേക്ക് ഒരു ശ്രദ്ധ വേണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന വിവരം കൊണ്ടുവന്നാൽ മതി. ഇനി ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് ലോക വയോജന പീഡന വിരുദ്ധ ദിനം എന്ന് പറയുന്നു. പീഡനങ്ങൾ ഇല്ലാതിരിക്കാനാണ് വേണ്ടിയാണല്ലോ നമ്മളെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് പീഡനങ്ങൾ ഇല്ലാതിരിക്കട്ടെ. ഇതിൽ ഈ റേഡിയോ നെയ്ത്തലിൻ്റെ ഈ ഒരു സംരംഭം വളരെയധികം ശ്ലാഘനീയമാണ്. കൂടുതൽ കാര്യങ്ങൾ വയോജനങ്ങൾക്ക് എത്തിക്കുന്നതിനും അവരുടെ ക്ഷേമകാര്യങ്ങളായാലും അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ട കാര്യങ്ങളായാലും അവർക്ക് ഏതെങ്കിലും കാര്യങ്ങളെ കൊണ്ട് ഏതെങ്കിലും സർക്കാർ ഓഫീസുകളിലേക്ക് പോകുന്ന കാര്യങ്ങളോ മറ്റോ ഒക്കെ ആണെങ്കിലും ആ തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനും മറ്റും ഈ ഒരു പ്രോഗ്രാമിലൂടെ അത് എല്ലാ നമ്മുടെ ഈ സീനിയർ സിറ്റിസനെ അറിയിക്കുന്നതിനും ഈ റേഡിയോ നെയ്ത്തലിൻ്റെ ഈ പ്രോഗ്രാമിന് സാധിക്കട്ടെ. ഏതായാലും ഈ പ്രോഗ്രാമിന് വരാൻ പറ്റിയതിലും എൻ്റെ കൂടെ ജോലി ചെയ്ത മുമ്പ് റിട്ടയർ ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം കൂടി ഉണ്ടായ വളരെയധികം സന്തോഷത്തിലാണ്. ഈ പ്രോഗ്രാമിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഇത് ജനങ്ങൾ ഇത് മാക്സിമം ഉപയോഗിക്കുക, കൂടുതൽ സീനിയർ സിറ്റിസൺ ഇതിൻ്റെ ഉപഭോക്താക്കളാക്കുക. ഈ ഒരു കാര്യപരിപാടി അതായത് ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും 4 മുതൽ 5 വരെയാണ് ഈ സീനിയർ സിറ്റിസന് ലഭ്യമാക്കുന്ന കാര്യങ്ങൾ. ഇവിടെ റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും കൂടി ആയിട്ടുള്ള മുമ്പ് ജനമൈത്രി പോലീസിന് വേണ്ടി ഈ നാട്ടിൽ വളരെ പരിചിതനായി തീർന്നിരിക്കുന്ന പല പ്രോഗ്രാമുകളുടെയും ഇവിടെയും പോലീസും ജനങ്ങളും തമ്മിലുള്ള ആ കണക്ഷൻ എന്നും കൊണ്ടുപോകുന്ന നമ്മുടെ രാജേന്ദ്രൻ ഗോവിന്ദൻ സാറായിരിക്കും എല്ലാ ദിവസവും 4 മുതൽ 5 വരെ ഈ റേഡിയോ നെയ്ത്തലിലൂടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ നല്ല ഉപഭോക്താക്കളായി അതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ് നടത്തിയിരിക്കുന്ന ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, അദ്ദേഹത്തിൻ്റെ ട്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരെയും ഈ പ്രോഗ്രാമിൻ്റെ പേരിൽ കൂടുതൽ ജനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എല്ലാ ആശംസകളും നേർന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഞാൻ വളരെ കാര്യമായിട്ട് സാറ് സംസാരിക്കുന്നത് കേൾക്കുമായിരുന്നു. എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഈ നമ്മുടെ ബിഷപ്സ് ഹൗസിൻ്റെ അടുത്തൊരു ലെവൽ ക്രോസ് ഉണ്ട്. ആ ലെവൽ ക്രോസിൻ്റെ ഇറക്കിന് ഒരു വീടുണ്ട്. ആ വീട്ടിൽ ഒരു ജനേരിയസ് എന്ന് പറയുന്ന സാറ് ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ഔട്ട് പോലെ കറണ്ട് പോയി. കുറേ നേരത്തേക്ക് കറണ്ട് പോയി, രാത്രിയായി. കറണ്ട് പോയി. ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നിലച്ചു പോയി. എല്ലാ കാര്യങ്ങളും ബ്ലാക്ക് ഔട്ടായി. പക്ഷേ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് 15 മിനിറ്റ് എടുത്തുള്ളൂ 2 പോലീസുകാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരികയും മുറിയിൽ ലോക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കറണ്ട് പോയി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇവിടെ ലൈറ്റില്ല, ഒന്നുമില്ല, എൻ്റെ ഫോണും വർക്ക് ചെയ്യുന്നില്ല എന്ന്.
ഉടനെ തന്നെ പോലീസുകാർ ഫോൺ റെഡിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് ടെലിഫോൺ ഈ പിന്നെ ലാൻഡ് ഫോൺ കണക്ഷൻ റെഡിയാക്കി അയൽവാസികളെ വിളിച്ചിട്ട് വേണ്ട വെള്ളമോ എന്താ കൊടുക്കണമെന്നൊക്കെ കൊടുപ്പിക്കുകയൊക്കെ ചെയ്തു. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും ജനേരി സാറ് അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. സാറ് ചോദിച്ചു, സാറന്മാർ ഇത് എങ്ങനെ അറിഞ്ഞു? എനിക്ക് ഇവിടെ കറണ്ടില്ല, വെളിച്ചമില്ല, ഞാൻ ബുദ്ധിമുട്ടിലാണെന്ന് എങ്ങനെ അറിഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അത് തന്നെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞു. ഇത് ഈ ജനേരി സാറിന് തന്നെ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് അറിയാനിടയായത്. അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള വലിയൊരു സർവീസാണ്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും കാര്യമായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അവർക്ക് ഓരോ സമയത്തും എന്ത് സംഭവിക്കുന്നുവെന്ന് വാച്ച് ചെയ്യുകയും വേണ്ട ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഞാൻ റേഡിയോ നെയ്തലിൻ്റെയും സമൂഹത്തിൻ്റെയും പേരിൽ സാറിനോട് അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ആ ഡാറ്റാബേസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ തുടങ്ങി വെച്ചാണത്. ജനമൈത്രി സമയത്ത് സാധാരണ ഒരു പോലീസിന്റെ വർക്ക് 2 തരത്തിലാണ്. ഒന്ന് പ്രോ ആക്റ്റീവും റിയാക്റ്റീവ് വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞതിന് ശേഷം അതിന് പോലീസ് നടപടിയെടുക്കുന്നതാണ് റിയാക്റ്റീവ്. പ്രോ ആക്റ്റീവ് വർക്ക് എന്ന് പറയുന്നത് ജനമൈത്രി പോലീസിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ഡിഫറെൻറ്റ് ബീറ്റ്സ് ആയിട്ട് വിഭജിക്കും. ആ ബീറ്റ്സിൽ ഓഫീസേഴ്സിനെ വെച്ച് ഈ പോലീസ് രാവിലെ ആ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി നടന്നിട്ട് അവിടുന്ന് പരാതികളോ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ കഴിയുന്നതും പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റാതെ അവിടെ നിന്ന് അവസാനിപ്പിക്കും. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന രീതിയിൽ അത് റെക്കോർഡ് ചെയ്തത്. ഇന്നത്തെ ഡിജിറ്റൽ അനാലിസിസ് സൗകര്യങ്ങൾ കൂടിയത് കാരണം ഇതെല്ലാം വളരെ സൗകര്യമായിട്ട് നടത്താൻ പറ്റുന്നുണ്ട്. 112 കോളിൻ്റെ പ്രത്യേകത പറഞ്ഞുതരാം. ആക്ച്വലി വിത്തൗട്ട് എനി ടൈം സ്പാൻ ഹെൽപ്പ് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഇതനുസരിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ ക്രൈം അനാലിസിസും മറ്റ് തലേ ദിവസത്തെ പെട്രോളിങ്ങൊക്കെ എടുക്കുമ്പോൾ എനിക്കൊരു കൺട്രോൾ റൂമിൽ വെച്ചിട്ട് ഏറ്റവും കുറവ് സമയമെടുത്തതും ഏറ്റവും കൂടുതൽ സമയമെടുത്തതുമായിട്ടുള്ള പെട്രോളിംഗ് വണ്ടികളുടെ കണക്കെടുക്കും. ഇപ്പോൾ ആവറേജ് നമുക്കതൊരു ജില്ലയിൽ 13 മിനിറ്റ്സ് 14 മിനിറ്റ്സ് വരെ വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആലപ്പുഴയുടെ ജോഗ്രഫി എന്ന് പറയുന്നത് അറിയാലോ, ചില സ്ഥലത്തെല്ലാം ജങ്കാർ സർവീസ് വരെ ഉപയോഗിക്കേണ്ടതായ സ്ഥലങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് പോലീസ് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് അബൌട്ട് വെള്ളമൊക്കെ ഉള്ള സമയവും മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടിയും വളഞ്ഞു വേണം എത്താൻ. അപ്പോൾ അതൊരു 25-30 മിനിറ്റ്സൊക്കെ എത്താവുന്ന കേസുകളുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ടൗണിലൊക്കെ ഇറ്റ് ഈസ് വിത്തിൻ 6-7 മിനിറ്റ്സിൽ ഈ 112 കോൾ നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. എന്നിട്ട് അവിടെ പോയതിന് ശേഷം അവിടെ പോയ ഓഫീസറില്ലേ ആ അറ്റൻഡ് ചെയ്ത വിവരം അവിടെ ടാബിൽ എൻട്രി ഇടണം. ആ എൻട്രി ഇട്ട് അവിടുത്തെ മെസ്സേജ് ആകുമ്പോഴേ അത് ക്ലോസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഈ ഹാസ് ടു ആൻസർ ദ റെസ്പോൺസിബിൾ. അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും 112 ഉപയോഗിക്കണം. 100 അല്ല ഇപ്പോൾ 100 റെസ്പോൺസ് ഉണ്ട്. പക്ഷെ കൺസേൺ പോലീസ് സ്റ്റേഷൻ 112 ആണ് ഇപ്പോഴത്തെ. ഈ പറഞ്ഞത് ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷന്റെ എല്ലാവരും ഈ ജനാരി സാറിന്റെ കേസ് നടന്ന കാര്യമാണ് എനിക്കറിയാം. നടന്ന കാര്യമാണ് അത്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാ. അതൊരു നല്ല കാര്യമാണ്. അപ്പം അദ്ദേഹം വിളിച്ചു പോലുമില്ല, അദ്ദേഹം വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയോ അവർക്ക് ഇതിനൊരു അറിവ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്ന്. ആ പുള്ളി വിളിച്ചൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം സാർ നമ്മുടെ ഈ പരിപാടി മുൻപ് നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ച പരിപാടിയാണെന്ന് പറഞ്ഞല്ലോ. വാത്സല്യം എന്നാണ് ആ പ്രോഗ്രാമിന് നമ്മളുടെ പേര്. ആ പേര് നിർദ്ദേശിച്ചത് അന്നത്തെ ഇവിടുത്തെ ആലപ്പുഴ സബ് കളക്ടർ ശ്രീ കൃഷ്ണതേജ IAS ആയിരുന്നു. അദ്ദേഹം ഇവിടെ വരികയും വേണ്ട എല്ലാ കാര്യങ്ങളിലും വേണ്ട പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ഞാൻ അന്നേരം അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹം മെയിൻ്റനൻസ് ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ ആയിരിക്കുമ്പോൾ കൺസിലേഷൻ ഓഫീസർ ആയിരുന്നതുകൊണ്ടാണ് എന്നെ അതിന് അദ്ദേഹം നിയോഗിച്ചത്, ഈ വാത്സല്യം പ്രോഗ്രാം പൈലറ്റ് ചെയ്യാൻ. അപ്പോൾ അച്ഛനോട് ആ കാര്യം പറയും, അച്ഛനത് കൃത്യമായി ചെയ്ത് അതിനകത്ത് ഓരോ ആഴ്ചയിലും വരുന്ന വാത്സല്യം പ്രോഗ്രാമിലേക്ക് അതിഥികളും ഉണ്ടാകുമായിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിച്ചാണ് നമ്മൾ ചെയ്തിരുന്നത്. ഞാൻ പറയാൻ വന്നത്, പോലീസിൻ്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്, ജില്ലാ കളക്ടറുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ പോലീസിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു വിഷയമാണ് 112മായി ബന്ധപ്പെട്ട് അങ്ങ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഞാൻ വിരമിച്ചിട്ട് 13 കൊല്ലമായി എങ്കിൽ പോലും ഞാൻ പോലീസ് സേനയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന് എനിക്ക് മനസ്സിലായത്, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ സീനിയർ സിറ്റിസൻസിൻ്റെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. 2 ഗവൺമെൻറ് ഉത്തരവുകളാണ് ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ സിവിലായിട്ടുള്ള ഒരു വയോജനങ്ങളുടെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. രണ്ടാമത്തത് പോലീസ് റിട്ടയറീസിൻ്റെ
എന്നെ ഒരു രജിസ്റ്റർ സെപ്പറേറ്റ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് മനസ്സിലായത്, ഒരു പരാതിയായിട്ട് പറയുകയല്ല, അങ്ങ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞാണ്, എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നൊരു പോരായ്മ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ നിന്നിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാനത് പരാതിയായി ഉയർത്തിക്കൊണ്ട് വരാത്തതാണ്. പക്ഷേ അവർക്കത് മനസ്സിലാകാഞ്ഞിട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ പോലീസ് റിട്ടയറീസിൻ്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അവർ വലിയ എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ്. പോലീസ് സേവന മേഖലയ്ക്കുണ്ടാകുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. അവരത് എത്തുകയും ചെയ്യും. അതുപോലെ ഈ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷനിൽ ഇവിടെ താമസിക്കുന്നത് ഉയരങ്ങളിൽ ഇരുന്നവരും അല്ലാത്തവരും എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ധാരാളമുണ്ട്. അവർ കൃത്യമായി ഒരു 7 കൊല്ലം മുമ്പ് അതിൻ്റെ ഒരു നല്ലൊരു സർവേ നടത്തിയായിരുന്നു. ആ സർവേ നടത്തിയിട്ട് അന്ന് ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിലാണ് എന്ന് എനിക്ക് തോന്നി ഈ 112ലേക്ക് ജനാരി സാറിൻ്റെ വിഷയം പിന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടു പോയിട്ട് ട്രിവാൻഡ്രത്ത് അത് വന്നെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് വന്നെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അങ്ങ് ഒരു ഡയറക്ഷൻ കൊടുക്കേണ്ടതുണ്ട്. ഈ രജിസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും മുതിർന്ന പൗരന്മാരായിട്ടുള്ളവർ പോലീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് മക്കളിൽ നിന്ന് കിട്ടുന്ന ആക്ഷേപവും പീഡനങ്ങളുമാകാം, അയൽവാസികളിൽ നിന്ന് കിട്ടുന്ന ആക്ഷേപവും പീഡനങ്ങളുമാകാം, ഒറ്റയ്ക്ക് താമസിക്കുന്ന ധാരാളം പ്രോപ്പർട്ടി ഉള്ളവരുണ്ട്. അത് കൈയടക്കി കൊണ്ട് ഇവരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങളും ഒട്ടേറെ പരാതികൾ അങ്ങയുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ആ വരുന്ന ഇത്തരം പരാതികൾക്കുള്ള സാധ്യത ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഐക്യരാഷ്ട്ര സംഘടന തന്നെ ലോക വയോജന പീഡന വിരുദ്ധ ബോധവൽക്കരണം നടത്തണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഡയറക്ഷൻ വന്നത്. അപ്പോൾ അതുണ്ട്, ഇല്ലെന്നൊന്നും പറയാം, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ആ വിഷയങ്ങളിൽ ഒരു കുറവ് വരുത്തുവാൻ നമ്മുടെ ജില്ലയെങ്കിലും കൃത്യമായ ഒരു ശ്രമം നടത്തേണ്ടതുണ്ട്. മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും നിയമം 2007 വന്നത്. 2009 കേരള സംസ്ഥാനത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്നു. അതിന് ശേഷമാണത് കൃത്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാൽ 2008 തന്നെ ഈ നിയമത്തിൻ്റെ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സാമൂഹിക ക്ഷേമ വകുപ്പ് ആരംഭിച്ചിരുന്നു. ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ വയോജനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളം തന്നെയാണ്. ആ നിലയ്ക്ക് അതൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഏറ്റവും ചെറുത് ഏകദേശം 55 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു നാടാണ്. ഇവിടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയം രണ്ടാമത്തതാണ്. ഒന്നാമത്തത് കുടുംബം. ആ കുടുംബത്തിൽ ഈ വയോജനങ്ങൾ അവരുടെ സൃഷ്ടിയും ക്ലേശവും വിയർപ്പും ഒക്കെ കഴിഞ്ഞാണ് മക്കൾ വരുന്നത്. ആ മക്കൾ ഒരുപാട് ഉയർന്ന പദവികളിലെത്തുന്നുണ്ട്. എല്ലാവരും കൃത്യാന്തര ബാഹുല്യം അല്ലെ തിരക്കുകളിലേക്ക് പോകുമ്പം ഈ വയോധികരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആ വീടിൻ്റെ മൂലയ്ക്കുള്ളൊരു മുറിയിലേക്ക് അടച്ചിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ സാറ് പറഞ്ഞതുപോലെ ഞാൻ ജനമൈത്രി പോലീസിൻ്റെ ഞാൻ CRO ആയിരുന്നത് മാത്രമല്ല, ഈ ജില്ലയിലെ മുഴുവൻ ചുമതല എനിക്ക് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി അക്ബർ സാർ തന്നിരുന്നു. ഞാൻ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലെ ഒരുപാട് വിഷയങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അവരെല്ലാം നല്ല പെൻഷൻ വാങ്ങിക്കുന്നവരാണ്. പെൻഷനും എല്ലാ സൗകര്യങ്ങളുണ്ട്. മക്കളും വലിയ തിരക്കിലാണ്, ജോലിയുണ്ട്, അല്ലെങ്കിൽ വിദേശത്താണ്, അങ്ങനെയൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വരുന്ന ഒരു നിരാശയും വിഷാദവും ഒക്കെ ഉണ്ട്. അത് പരിഹരിക്കുന്നതിനും നമുക്കൊരു ശ്രമം നടത്തേണ്ടതാണ്. ഒരു ജില്ലയിൽ 2 മെയിൻറ്റനൻസ് ട്രിബ്യൂണലുകളുള്ള, ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ ചെങ്ങന്നൂരൊരെണ്ണമുണ്ട്, ആലപ്പുഴയിലുണ്ട്. ഈ രണ്ടിനും കൂടെ ഒരു ഡെപ്യൂട്ടി കളക്ടർ മതി. അവരുടെ ഹിയറിങ്ങും പോസ്റ്റിങ്ങും സിറ്റിങ്ങും ഒക്കെ 15 ദിവസം ആക്കിയാൽ മതി. അങ്ങനെ ഒരാളെ വെക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങൾ റേഡിയോയിൽ നെയ്തൽ കൊടുത്തതാണ്. പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പം അതുമായി ബന്ധപ്പെട്ട സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കൊടുക്കാനിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഒരിക്കൽ കൂടി രണ്ടുപേർക്കും, ബഹുമാന്യനായ പോലീസ് മേധാവിക്കും അതുപോലെ ഈ ക്ലാസ് ഇനി തുടർച്ചയായിട്ട് കൈകാര്യം ചെയ്യാൻ ഏറ്റിരിക്കുന്ന രാജേന്ദ്രൻ സാറിനും റേഡിയോ നെയ്തലിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു.